ഫ്രണ്ട്സ്, LIC ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ എനി സ്ട്രീമിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിലേക്ക് നമ്മളൊരു ഗൂഗിൾ ഫോം ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള, വളരെ എളുപ്പമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും പറ്റുമെന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം LIC HFL അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം നമുക്കിതിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏകദേശം നമുക്ക് 250 വേക്കൻസിയാണ്. നമുക്കിപ്പോൾ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10,000 അല്ലെങ്കിൽ 15,000 ഉള്ളിലായിരിക്കും. ആ സെയിം എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താ നമുക്കൊരു പ്രശ്നം എന്നുള്ളത്, നിങ്ങൾ വെറുതെ എന്ത് ചെയ്യേണ്ട, അപ്രന്റീസ്ഷിപ്പ് എന്ന് കണ്ടിട്ട് നിങ്ങൾ ഇട്ടേച്ച് പോകണ്ട. കാരണം ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ദെൻ ഇതിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് ഇയർ പഠിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എല്ലാവരുടെയും തെറ്റിദ്ധാരണ, അതൊരു ജോലിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഒരിക്കലും അതൊരു ജോലിയല്ല, അതൊരു ജോബ് ട്രെയിനിങ് ആണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ് സ്കില്ലുകളും ഇതുമായി ഈ പറയുന്ന ഇൻഡസ്ട്രി, അതായത് ഫൈനാൻഷ്യൽ അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡൊമൈൻ നോളജും അതുപോലെ റിയൽ ടൈം വർക്ക് എക്സ്പീരിയൻസും ഒക്കെ തരുന്ന ഒരു ട്രെയിനിങ് ആണ്, ജോബ് ട്രെയിനിങ് ആണ് ശരിക്കും ഈ പറയുന്ന നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇതിലിപ്പോൾ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബോട്ടിൻ്റെ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് മാത്രമല്ല BFSI സെക്ടർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന ബാങ്ക്, ഫൈനാൻസ് സർവീസ്, ഇൻഷുറൻസ് കമ്പനീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റോ കമ്പനികളിലേക്കൊക്കെ എന്തെങ്കിലും ഒഴിവുകൾ പ്ലേസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരു എലിജിബിലിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാകും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ കയറാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആകെ വിളിച്ചിരിക്കുന്ന വേക്കൻസി 250 വേക്കൻസിയാണ്. കേരളത്തിലും വേക്കൻസി ഉണ്ട്, നിശ്ചിതമായിട്ടുള്ള വേക്കൻസി മാത്രമാണ്, വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട. അപ്രന്റീസ്ഷിപ്പ് പീരീഡ് നമുക്ക് 12 മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. ഈ അപ്രന്റീസ്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടനെ തന്നെ, അതായത് ജനുവരി 15 2024 ജനുവരി 15 എന്ത് ചെയ്യും, ഇത് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മന്ത്ലി സ്റ്റൈപ്പൻഡ് നമുക്ക് 9,000 മുതൽ 15,000 വരെയാണ് നമുക്ക് ഏകദേശം ലഭിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഈ പറയുന്ന ഡിസംബർ 1 2023 കണക്കാക്കി നിങ്ങൾക്ക് 20 വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം, 25 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡിസംബർ 1 2023 ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗ്രാജുവേഷൻ ഏതെങ്കിലും എനി സ്ട്രീമാണ് അവിടെ പറയുന്നത്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് BA, BSc, BCom, ദെൻ BBA തുടങ്ങി ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഏപ്രിൽ 1 2020 ഈ ഡേറ്റിൻ്റെ ശേഷമായിരിക്കണം നമ്മുടെ ഗ്രാജുവേഷൻ. അതായത് നിങ്ങൾക്ക് മാർച്ച് 30 2020 നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് 2020, 21, 22 ദെൻ 23 ഈ 4 വർഷങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന ഏപ്രിൽ 1 മുതൽ ഈ ഏപ്രിൽ 1 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം. അതായത് അപ്രന്റീസ്ഷിപ്പിൻ്റെ റൂൾ പ്രകാരം നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു 3-4 വർഷം നമ്മൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട് അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ടൊരു ഡേറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2020, 2021, 2022, 2023 നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക്, അല്ല നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ 2019 കഴിഞ്ഞവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 18 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ 2020 മാർച്ച്, ജനുവരി, ഫെബ്രുവരി ഇതിലൊന്നും നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2020 ഏപ്രിൽ 1 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ കഴിഞ്ഞ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഡിസംബർ 1 ഉള്ളിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളൊന്നാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക.
ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണെങ്കിൽ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ട്രെയിനിങ് സ്കീമിൻ്റെ വെബ്സൈറ്റിൽ, അതായത് നാറ്റ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം നാറ്റ്സ്. അപ്പോൾ നാറ്റ്സിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻറോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഡാറ്റകളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് എന്ന് ഇവിടെ കൊടുക്കുക. യെസ് എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഫോം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ സെറ്റാക്കി വെക്കുക. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഗൂഗിൾ ഫോം ആണ്, ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈ നാറ്റ്സ് എൻറോൾമെൻറ്റ് ഐ ഡി, ആ എൻറോൾമെൻറ്റ് ഐ ഡി നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വലിയൊരു ടാസ്ക് ഒന്നല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേലൊക്കെ പോയാൽ അവർ ചെയ്തു വരും. അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ആക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചെയ്യേണ്ട പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മളിതാ ഗൂഗിൾ ഫോമിൽ നമ്മൾ ഈ എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ടാണ്, ഇതാ ഗൂഗിൾ ഫോം ഇതാണ്, ഇത് ഞാൻ ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ നാറ്റ്സിൻ്റെ എൻറോൾമെൻറ്റ് ഐ ഡി വെച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അത്രയേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ, ഇതിലേക്ക് നമുക്ക് സെലക്ഷൻ എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഈ BFSI സെക്ടർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് 100 മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അതിൽ നമുക്ക് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള മേഖലയുമായി ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഡിജിറ്റൽ, കമ്പ്യൂട്ടർ ലിറ്ററസി, ഇംഗ്ലീഷ്, ഈ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 60 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താണ് എക്സാം എഴുതാന്നുള്ള സ്കീമാണ് കേട്ടോ. അത് ഓൺലൈനായിട്ട് ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾ അറിയിക്കും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷന് ഫീ ഉണ്ട്. അത് ഫീ അടച്ചിട്ടായിരിക്കും നമ്മളതിലേക്ക്, അപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കേണ്ട. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഫീ അടച്ചാൽ മതി. ഓക്കെ, അതായത് ജനറൽ കാറ്റഗറി OBC ആണെങ്കിൽ 944 രൂപ, SC/ST അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 708 രൂപ, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 472 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അത് മീൻസ് നമ്മൾ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ വിളിക്കുക ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഈ പറയുന്ന LIC HFLൻ്റെ ഓഫീസുകളിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ് നമ്മൾ പറയുന്നത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 22 മുതൽ നിങ്ങൾക്ക് ഡിസംബർ 31 വരെയുള്ളൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഈ പറയുന്ന എന്താണ് എക്സാമിനേഷൻ ഫീ നമുക്ക് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതിൽ പറയുന്നത് 3 ജനുവരിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 31 ഡിസംബറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് അവർ നമ്മളെ എന്ത് ചെയ്യും, നിശ്ചിതമായിട്ടുള്ള രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതായത് ഈ പറയുന്ന എന്താണ് മെയിൽ വഴിയൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫീ അടച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് എക്സാമിനാണ്. എക്സാമിൻ്റെ ഇവിടെ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏകദേശം നമുക്ക് 6 ജനുവരിയിലായിരിക്കും കേട്ടോ. അപ്പം ഉടനെ തന്നെ, അതായത് 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഓരോ സ്റ്റേജസും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി 6, 2024 എക്സാമിനേഷൻ, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ജനുവരി 9, ഉടനെ തന്നെ റിസൾട്ടും വരും. ജനുവരി 11 ഇടയിലായിട്ടുള്ള ഡേറ്റുകളിലായിരിക്കും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ഫൈനലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഓഫർ ലെറ്ററൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. 12 ജനുവരി 2024 to 13 ജനുവരി, ഈ 2 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്ററും നിങ്ങൾക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആണ് ജനുവരി 15. കണ്ടോ, ഉടനെ തന്നെ നമുക്കൊരു ജോലിയായിട്ട്, അല്ലെങ്കിൽ മീൻസ് ഒരു ജോലിയായിട്ട് നമുക്ക് വേണമെങ്കിൽ, മീൻസ് സ്റ്റൈപ്പൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താണ് നല്ല സ്കില്ല്, നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ ഈ പറയുന്ന ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലുള്ള കറക്റ്റ് നല്ലൊരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. അതുമാത്രമല്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും പരിഗണിക്കും. അതുപോലെ നമുക്ക് അതിലുള്ള പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ബോട്ട് തരും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഉടനെ തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിശ്ചിതമായുള്ള വേക്കൻസിയേ ഉള്ളൂ, 6 വേക്കൻസിയേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫീ അടച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി. അപ്പോൾ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ തമിഴ്നാടൊക്കെ അത്യാവശ്യം വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, തമിഴ്നാട് 26 വേക്കൻസി വരുന്നുണ്ട്.
പിന്നെ കേരളത്തിൽ എവിടേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളതെന്ന് ഇവിടെ ജസ്റ്റ് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ എറണാകുളം 2 വേക്കൻസി, കോഴിക്കോട് 1 വേക്കൻസി, തിരുവനന്തപുരം 1 വേക്കൻസി, തൃശ്ശൂർ 1 വേക്കൻസി, പെരിന്തൽമണ്ണ 1 വേക്കൻസി. ഇങ്ങനെയാണ് നിലവിൽ വേക്കൻസി. അപ്പോൾ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫീ ഉണ്ട് അത്യാവശ്യം, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലി, നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു എക്സാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നാറ്റ്സിൽ എന്ത് ചെയ്യണം, അക്കൗണ്ട് ഉണ്ടാക്കണം. നാറ്റ്സിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എൻറോൾമെൻറ്റ് ID കിട്ടും. ആ ID വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരാം ഞാൻ. അതോടൊപ്പം നാറ്റ്സിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് തരാം. ഓക്കെ, അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് LIC ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡ് അപ്രന്റീസ്ഷിപ്പ് എക്സാമിനേഷൻ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആദ്യം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക നിങ്ങൾ. ദെൻ നമ്മുടെ നാറ്റ്സിലെ എൻറോൾമെൻറ്റ് ID നമ്പർ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഫുൾ നെയിമോട് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാ വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് വേണം നമുക്ക്, ഒന്നെങ്കിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, അത് മാൻഡേറ്ററി ആണ്. അതോടൊപ്പം തന്നെ ഏത് കാറ്റഗറി, ജനറൽ ആണോ OBC ആണോ എന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ SC ST ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ദെൻ എക്സാമിനേഷൻ ഫീ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബാധകമായത്, നിങ്ങൾ ജനറൽ OBC ആണെങ്കിൽ ഈ പറയുന്ന 800 + GST ഉണ്ടായിരിക്കും. ദെൻ SC ST അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 600 ആണ്. ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2ാമത്താണ് സെലക്ട് ചെയ്യേണ്ടത്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3ാമത്താണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് എക്സാം എഴുതുന്നതിന് ആ ഒരു സഹായം, അതായത് സ്ക്രൈബിൻ്റെ നെയിം കൊടുക്കാനുണ്ട്. അപ്പോൾ എക്സാംസ് എഴുതുന്ന സഹായിയുടെ പേര് കൊടുക്കണം. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ, നമ്മളത് ഒന്നും കൊടുക്കണ്ട. അതുപോലെ സ്ക്രൈബിൻ്റെ ആധാർ നമ്പർ കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ സ്ക്രൈബിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ട. പിന്നെ സ്ക്രൈബ് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ PWD കാൻഡിഡേറ്റ്സിന് മാത്രം ബാധകമായ കാര്യമാണ്. ശാരീരികമായുള്ള പ്രശ്നങ്ങൾ, അവർക്ക് എക്സാം ഡയറക്റ്റ് എഴുതാൻ പറ്റില്ലെങ്കിൽ അവർ ഒരു സ്ക്രൈബിന് ഒരു എക്സാം എഴുതുന്ന ഒരു സഹായിയെ വെക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവർ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രാജുവേഷൻ ഏതാണെന്നാണ്. BCom ആണോ, BSc ആണോ, BA ആണോ, MBA ആണോ, ഇനി അതർ ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഗ്രാജുവേഷൻ ആണോ എങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, BCA അല്ലെങ്കിൽ നിങ്ങൾക്ക് BBA അങ്ങനെയൊക്കെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടാത്തൊക്കെ ആണെങ്കിൽ അതർ ഗ്രാജുവേഷൻ ഡിഗ്രി എന്ന് കൊടുക്കാം. ഇനി ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് നിങ്ങൾ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഏത് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ എടുത്തെങ്കിലും നിങ്ങളുടെ ഗ്രാജുവേഷൻ അതുപോലെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അത് പഠിച്ച കോളേജിൻ്റെ പേര് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഏത് കോളേജിലാണ് പഠിച്ചത്, എന്നാണ് നിങ്ങൾ പാസ് ഔട്ട് ആയതെന്ന് വെച്ചാൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2020 21 22 23 ഈ 4 വർഷം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. 2019 പറ്റില്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ നെയിം കൊടുക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാനും വായിക്കാനൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നത് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ മലയാളം എന്നുള്ളത് മലയാളം എന്നിവിടെ ടൈപ്പ് ചെയ്യുക. തമിഴാണ് തമിഴ് ടൈപ്പ് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ കൊടുത്ത ലോക്കൽ ലാംഗ്വേജ് നമുക്ക് എന്താണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, കേരള ആണെങ്കിൽ കേരള, അല്ലെങ്കിൽ തമിഴ്നാടാണ് തമിഴ്നാട്, ഏതാണെന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. കോഴിക്കോടാണോ എറണാകുളമാണോ, ദെൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകളിൽ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും ശരിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ യെസ് എന്ന് കൊടുക്കുക. ദെൻ ഈ ഒരു ഇൻഫർമേഷൻ ഈ ജോലിയുമായി മീൻസ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ വഴിയാണെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കുക എന്താണ്, കോച്ചിങ് ക്ലാസ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുക, നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അപേക്ഷ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ എക്സാം എഴുതാൻ എലിജിബിൾ ആണെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യും, ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ഫീ അടയ്ക്കുക, എക്സാം എഴുതുക എന്നുള്ളതാണ്. എക്സാം എഴുതുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ആവും. അപ്പോൾ ജനുവരി 15 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാവുന്ന ഒരു സ്കീമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.